പനാമ കനാൽ തിരിച്ചെടുക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ പനാമ പ്രസിഡന്റ് മുലിനോ രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകൾ തള്ളിക്കളയുന്നുവെന്ന് വ്യക്തമാക്കിയ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് നൽകി. കനാൽ പനാമയുടേതാണെന്നും അത് വിട്ടുകൊടുക്കില്ലെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ പറയുന്നു. അമേരിക്കയുടെ നിലപാട് ഐക്യരാഷ്ട്രസഭയുടെ മൂല്യങ്ങളുടെ ലംഘനമാണെന്നും പനാമ പ്രസിഡന്റ് വ്യക്തമാക്കി. തങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തിയാൽ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പനാമ കനാൽ ഉപയോഗത്തിനുള്ള അമിത നിരക്ക് എടുത്തു കളഞ്ഞില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് നേരത്തെയും ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്കൻ കപ്പലുകൾക്ക് കനാലിൽ അന്യായമായ നിരക്ക് ഏർപ്പെടുത്തുന്നുവെന്നാണ് ട്രംപിന്റെ പരാതി. പനാമ കനാൽ മേഖലയിലെ ചൈനീസ് സ്വാധീനത്തെക്കുറിച്ചും ട്രംപ് നേരത്തെ സംസാരിച്ചിരുന്നു. അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് ആ കനാലെന്നും എന്നിട്ടും അമേരിക്കയോട് ഇങ്ങനെ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നുമായിരുന്നു കഴിഞ്ഞ മാസം ട്രംപ് കുറ്റപ്പെടുത്തിയത്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന 82 കിലോമീറ്റർ നീളമുള്ള കനാലാണ് പനാമ കനാൽ. 1904-നും 1914-നും ഇടയിലാണ് കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1977 വരെ അമേരിക്കയ്ക്കായിരുന്നു നിയന്ത്രണം. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് 1999 ഡിസംബർ 31-നാണ് കനാലിന്റെ നിയന്ത്രണം പനാമയുടെ കൈകളിലെത്തിയത്. കാറുകൾ, പ്രകൃതിവാതകം, മറ്റ് ചരക്കുകൾ, സൈനിക കപ്പലുകൾ എന്നിവ വഹിക്കുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെടെ പ്രതിവർഷം 14,000 കപ്പലുകൾ വരെ കനാൽ മുറിച്ചു കടക്കുന്നുണ്ട്. പാരമ്പര്യ രാഷ്ട്രീയ ശൈലികൾ പിന്തുടരാത്ത ട്രംപിന്റെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണ് പനാമ കനാൽ വിഷയം കലക്കിമറിച്ചിരിക്കുന്നത്. പനാമ അമേരിക്കൻ കപ്പലുകളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിനെ പരിഹാസ്യമെന്നാണ് ട്രംപ് വിളിച്ചത്. ഫീസിന്റെ കാര്യത്തിൽ പുനഃക്രമീകരണം നടപ്പാക്കാത്ത പക്ഷം കനാലിന്റെ അധികാരം യുഎസിലേക്ക് തിരികെ നൽകാൻ ആവശ്യപ്പെടുമെന്ന ഭീഷണിയാണ് അമേരിക്കയുടെ പുതിയ ഭരണാധികാരി ഉയർത്തിയിരിക്കുന്നത്. പരമാധികാരം, അന്താരാഷ്ട്ര വ്യാപാരം, നയതന്ത്ര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ ബാധിക്കുന്ന ഈ തർക്കം ട്രംപിന്റെ രണ്ടാം ടൈം എങ്ങനെയാണ് യുഎസ് വിദേശ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതെന്ന കാര്യം കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതും യുഎസിന്റെ സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട നിർണായകവുമായ ജലപാതയാണ് പനാമ കനാൽ. 1914-ൽ ആണ് കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1977 വരെ യുഎസ് കനാലും പരിസര പ്രദേശങ്ങളും നിയന്ത്രിച്ചു. പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ കാലത്ത് നടത്തിയ ചർച്ചകൾ പ്രകാരം ഉണ്ടാക്കിയ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ക്രമേണ പനാമയുടെ കയ്യിലേക്ക് കനാലിന്റെ നിയന്ത്രണം കൈമാറ്റം ചെയ്യാൻ തീരുമാനമായി. 1999-ൽ ബിൽ ക്ലിന്റന്റെ ഭരണകാലത്താണ് അന്തിമ കൈമാറ്റം നടന്നത്. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇത്തരമൊരു കൈമാറ്റം തെറ്റായിരുന്നു എന്നാണ്. 1999-ലെ കൈമാറ്റത്തെ വിഡ്ഢിത്തമെന്നാണ് നിയുക്ത പ്രസിഡന്റ് വിളിക്കുന്നത്. ജലപാതയുടെ ഉപയോഗത്തിന് പനാമ യുഎസിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുകയാണെന്നതാണ് ട്രംപിന്റെ രോഷത്തിന് കാരണമായി പറയുന്നത്. ട്രംപിന്റെ പരാമർശങ്ങൾ അമേരിക്കയുടെ ലോകാധിപത്യ സ്വഭാവത്തെയാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. ഒപ്പം ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ വാചാടോപത്തെയും. കനാൽ യുഎസിന്റെ ഒരു സുപ്രധാന ദേശീയ ആസ്തിയാക്കി രൂപപ്പെടുത്തുകയുമാണ് ട്രംപ്. അത് വിട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അതുകൊണ്ട് ജലപാതയിൽ പനാമയ്ക്ക് പരമാധികാരം അവകാശപ്പെടാൻ കഴിയില്ലെന്നുമാണ് ട്രംപ് വാദിക്കുന്നത്. കനാലിന്റെ നിയന്ത്രണത്തിൽ യുഎസിന് നിയമാനുസൃതമായ അവകാശവാദം ഉണ്ടെന്നാണ് അതിന്റെ നിർമ്മാണത്തിലെ ചരിത്രപരമായ പങ്കാളിത്തം ഉയർത്തിക്കാട്ടി ട്രംപ് വെല്ലുവിളിക്കുന്നത്. പ്രതിവർഷം ഏകദേശം $270 ബില്യൺ ചരക്ക് ഗതാഗതം നടക്കുന്ന പനാമ കനാൽ ആഗോള വ്യാപാരത്തിലെ ഒരു നിർണായക പാതയാണ്. കനാൽ വഴിയുള്ള 75% ചരക്ക് നീക്കവും യുഎസ് ഇറക്കുമതിയും കയറ്റുമതിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ യുഎസ് പനാമ കനാലിനെ വളരെയേറെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഷിപ്പിംഗ് നിരക്കുകൾ ഏകപക്ഷീയമല്ലെന്നാണ് പനാമ കനാൽ അതോറിറ്റി അഭിപ്രായപ്പെടുന്നത്. വിപണി സാഹചര്യങ്ങളും കനാൽ പരിപാലിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള ചെലവുകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ് അതോറിറ്റി പറയുന്നത്. ഈ മേഖലയിലെ കടുത്ത വരൾച്ച മൂലം ജലനിരപ്പ് താഴ്ന്നതോടെ കപ്പൽ ഗതാഗതം കുറഞ്ഞതിനാൽ കനാലിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഈ വെല്ലുവിളികൾ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തി. ഇത് യുഎസ് പനാമ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ഉയർന്ന ആശങ്കകളും ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നിലുണ്ട്. 2017-ൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനും ചൈനയുമായി ബന്ധം സ്ഥാപിക്കാനുമുള്ള പനാമയുടെ തീരുമാനത്തെ തുടർന്ന് കനാലിന്റെ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയായി ബീജിംഗ് മാറിയിരുന്നു. ചൈനീസ് കമ്പനികൾ കനാലിന്റെ 2 തുറമുഖ ടെർമിനലുകളുടെ പ്രവർത്തനം ഏറ്റെടുത്തിരുന്നു. കനാൽ തെറ്റായ കൈകളിലേക്ക് വീഴുന്നു എന്ന ട്രംപിന്റെ ആക്രോശത്തിന് പിന്നിൽ പനാമയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെക്കുറിച്ചുള്ള അമേരിക്കൻ ഭരണാധികാരിയുടെ ആശങ്കയാണ്. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് നിർണായകമായ വ്യാപാര മാർഗങ്ങളിലും തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള ട്രംപിന്റെ തന്ത്രമായും ഇതിനെ കാണാം. കനാലിൽ ചൈനയുടെ നേരിട്ടുള്ള നിയന്ത്രണമൊന്നും
പനാമ അനുവദിച്ചിട്ടില്ലെങ്കിലും ട്രംപിന്റെ പ്രസ്താവനകൾ US പനാമ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പനാമയുടെ പ്രസിഡന്റ് ജോസ് റോൾ മുലിനോ ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് ഉടനടി തന്നെ മറുപടി കൊടുത്തിരുന്നു. കനാലിന്റെ മേൽ പനാമയുടെ പരമാധികാരം ഉറപ്പിച്ചു പറഞ്ഞ പ്രസിഡന്റ് ജലപാത പനാമ ജനതയുടേതാണെന്നാണ് ഊന്നിപ്പറഞ്ഞത്. വിപണിയെ അടിസ്ഥാനമാക്കിയാണ് കനാൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ മുലിനോ മറ്റ് അന്താരാഷ്ട്ര പാതകളുമായി മത്സരിച്ചുകൊണ്ട് ജലപാത നിലനിർത്തുന്നതിന് ആവശ്യമായി വരുന്ന ചെലവുകൾക്ക് അനുസരിച്ചുള്ള നിരക്കുകളാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കി. പനാമയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കനാൽ US നിയന്ത്രണത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ജോസ് റോൾ മുലിനോ നിരാകരിക്കുകയും ചെയ്തു. മുലിനോയുടെ ശക്തമായ തിരിച്ചടി പനാമ കനാലിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. കനാലിനു മേലുള്ള പനാമയുടെ നിയന്ത്രണം അതിന്റെ ദേശീയ പരമാധികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ്. ഈ നിയന്ത്രണത്തെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും കാര്യമായ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. കുടിയേറ്റം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ മുലിനോ US-മായി സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും ട്രംപിന്റെ പരാമർശങ്ങൾ ഈ ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ചും ജലപാതയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ US ശ്രമിച്ചാൽ. പനാമ ഫീസ് കുറച്ചില്ലെങ്കിൽ കനാൽ US-ന് തിരികെ കിട്ടണമെന്ന ട്രംപിന്റെ ആഹ്വാനം വിദേശ നയത്തിൽ ട്രംപ് ഉയർത്താൻ പോകുന്ന അവരുടെ പരമ്പരാഗതമായ അമേരിക്ക ഫസ്റ്റ് എന്ന രീതിയെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അദ്ദേഹം പനാമയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല, തന്റെ രണ്ടാം ടൈമിൽ US-ന്റെ നയതന്ത്ര സ്വഭാവത്തിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകുന്നു. ഏറ്റുമുട്ടലുകളും ഇടപാട് തന്ത്രങ്ങളും കൂടുതൽ സാധാരണമായേക്കും. ട്രംപ് ഇപ്പോൾ തയ്യാറായിരിക്കുന്ന നയതന്ത്ര ചൂതാട്ടത്തിന് കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പനാമ അവരുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല. കനാലിന്റെ നിയന്ത്രണങ്ങൾ വീണ്ടെടുക്കാനുള്ള ഏതൊരു ശ്രമവും നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. മാത്രമല്ല, പനാമയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സാന്നിധ്യം ഉള്ളതിനാൽ കനാലിന്മേൽ കൂടുതൽ നിയന്ത്രണത്തിനായുള്ള US-ന്റെ ഏതൊരു ശ്രമവും പനാമയുമായി മാത്രമല്ല, ബീജിംഗുമായും പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആത്യന്തികമായി ട്രംപിന്റെ ഭീഷണികൾ അമേരിക്കയുടെ സുപ്രധാനിയായ ലാറ്റിൻ അമേരിക്കൻ സഖ്യകക്ഷിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമാവുകയും മേഖലയിലെ US ബന്ധങ്ങൾക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും. US സാമ്പത്തിക താൽപ്പര്യങ്ങൾ, അന്താരാഷ്ട്ര നയതന്ത്രം, പരമാധികാര ആശങ്കകൾ എന്നീ കാര്യങ്ങൾ വെല്ലുവിളികളില്ലാതെ പരിഹരിച്ച് സങ്കീർണമായ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ നിയന്ത്രിക്കാൻ സാധിക്കുകയെന്നതാണ് രണ്ടാം ട്രംപ് ഭരണകൂടത്തിന്റെ വെല്ലുവിളി.